Enjoy the greenery, fresh air. ഹായ്, എൻ്റെ വിയറ്റ്നാം യാത്രയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലാണ്. ഇന്ന് നേരത്തെ പ്ലാൻ ചെയ്ത യാത്രകളൊന്നുമില്ല. റെഡ് ബസ് കമ്പനി നടത്തുന്ന ഹാഫ് ഡേ സിറ്റി ടൂറും കുറച്ച് ഷോപ്പിംഗും പിന്നെ പട്ടണത്തിൽ തന്നെയുള്ള 1-2 സ്ഥലങ്ങൾ കൂടി കാണണം. വിയറ്റ്നാമിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ എന്നിവയൊക്കെ ഗുണനിലവാരമുള്ളവയാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഹോച്ചിമിൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്തിൽ നിന്നുമാണ് റെഡ് ബസ് യാത്ര തുടങ്ങുന്നത്. ഫ്രഞ്ച് കൊളോണിയൽ, ഗോത്തിക്, നവോത്ഥാന ഘടകങ്ങൾ എന്നിവ മനോഹരമായി സമന്വയിപ്പിക്കുന്ന ഒരു ചരിത്രപരമായ വാസ്തുവിദ്യാ മന്ദിരമാണ് സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ഇത് യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തത് ആൽഫ്രഡ് ഫൗൾഹുക്സ് ആണ്. എങ്കിലും എഫേൽ ടവറിന്റെ വാസ്തുശില്പിയായ പ്രശസ്തനായ ഗുസ്താവ് ഈഫേലിന്റെ സൃഷ്ടിയാണെന്ന് തെറ്റായി പറയാറുണ്ട്. ഈ കെട്ടിടം 1886-നും 1891-നും ഇടയിൽ നിർമ്മിച്ചതാണ്. പച്ച നിറത്തിലുള്ള ഷട്ടറുകളാലും ഇരുമ്പ് കൊണ്ടുള്ള ചിത്രപ്പണികളാലും അലങ്കരിച്ച മഞ്ഞ നിറത്തിലുള്ള ഈ കെട്ടിടം ഒരു പഴയ കാലഘട്ടത്തിന്റെ അനുഭവം നൽകുന്നു. ഇന്നും പ്രവർത്തനക്ഷമമായ ഒരു പോസ്റ്റ് ഓഫീസാണ് സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. നഗരത്തിന്റെ സമ്പന്നമായ ഭൂതകാലത്തിലേക്ക് ഒരു നോക്ക് കാണാനും ഈ ചരിത്ര നഗരത്തിൽ നിന്നും ഒരു പോസ്റ്റ് കാർഡ് വേണ്ടപ്പെട്ടവർക്ക് അയക്കാനും ആഗ്രഹിക്കുന്ന ധാരാളം സഞ്ചാരികൾ എന്നും ഈ പോസ്റ്റ് ഓഫീസിൽ എത്താറുണ്ട്. സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായിട്ടാണ് നോട്ടർഡാം കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വിയറ്റ്നാമിലെ ഫ്രഞ്ച് സർക്കാർ അവരുടെ സമൂഹത്തിന് വേണ്ടി ഒരു വലിയ പള്ളി വേണമെന്ന് ആഗ്രഹിച്ചു. 1863 മാർച്ചിൽ നിർമ്മാണം ആരംഭിച്ച് 2 വർഷത്തിന് ശേഷം കെട്ടിടം പൂർത്തിയാക്കി സൈഗോൺ ചർച്ച് എന്ന് വിളിക്കപ്പെട്ടു. നിയോ റോമനസ്ക് വാസ്തുവിദ്യാ ശൈലിയിലുള്ള പള്ളിയുടെ എല്ലാ യഥാർത്ഥ നിർമ്മാണ സാമഗ്രികളും ഫ്രാൻസിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. ഈ കത്തീഡ്രലിൽ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന 56 സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങളുണ്ട്. നോട്ടർഡാം കത്തീഡ്രൽ എന്ന പേര് 1959 മുതൽ ഉപയോഗിച്ചു വരുന്നു. ഇതിന് 190 അടി ഉയരത്തിലെത്തുന്ന 2 മണിഗോപുരങ്ങളും ടവറുകൾക്ക് ചുറ്റും 6 ചെറിയ വെങ്കല മണികളുമുണ്ട്. 1959 പള്ളിക്ക് മുമ്പിൽ അവർ ലേഡി ഓഫ് പീസ് പ്രതിമ സ്ഥാപിച്ചത്. നിലവിൽ 2017 ഓഗസ്റ്റിൽ ആരംഭിച്ച ഒരു വലിയ പുനരുത്ഥാന പദ്ധതി നടക്കുകയാണ് ഈ കത്തീഡ്രലിൽ. ഞായറാഴ്ചകളിൽ വിയറ്റ്നാമീസ് കത്തോലിക്കർക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഈ ദേവാലയം തുറക്കുന്നത്. ഹോച്ചിമിൻ സിറ്റി ചുറ്റിക്കാണുവാൻ വേണ്ടി വന്ന കുട്ടികളാണിവർ. അവരെ വരുതിയിൽ നിർത്തുവാൻ അധ്യാപകർ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് പുറപ്പെടാനുള്ള ബസ് വന്നിട്ടുണ്ട്. ഹാഫ് ഡേ സിറ്റി ടൂറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 15ഓളം സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്ന ഹിപ്പ് ഓൺ ഹോപ്പ് ഓഫ് സർവീസാണിത്. നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ കണ്ടതിനു ശേഷം സമയത്തിനുള്ളിൽ തിരിച്ചു വരാം. ലോകമെമ്പാടും സിറ്റി ടൂർ നടത്തുന്ന ഒരു കമ്പനിയാണ് റെഡ് ബസ്. നീണ്ട 20 വർഷം യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു നഗരത്തിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ കാണുന്ന വികസനമൊക്കെ 1975 ശേഷം സംഭവിച്ചതാണ്. വിയറ്റ്നാം യുദ്ധത്തിന് മുമ്പ് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ തിരക്കേറിയതും ഊർജ്ജസ്വലവുമായ ഒരു സാമ്പത്തിക കേന്ദ്രമായിരുന്നു സൈഗോൺ. ഫ്രഞ്ച് ഭരണത്തിന് കീഴിൽ നന്നായി വികസിപ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, അഭിവൃദ്ധി പ്രാപിച്ച സമ്പദ് വ്യവസ്ഥ, കോസ്മോപൊളിറ്റൻ അന്തരീക്ഷം എന്നിവയോട് കൂടിയ സമൃദ്ധിയുടെയും നവീകരണത്തിന്റെയും ഒരു കാലഘട്ടം ഈ നഗരത്തിനുണ്ടായിരുന്നു. എന്നിരുന്നാലും 20 വർഷം നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധം ഹോച്ചിമിൻ സിറ്റിയെ ആഴത്തിൽ തകർത്തു കളഞ്ഞു. തീവ്രമായ ബോംബിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വ്യാപകമായ നാശത്തിനും ജനസംഖ്യയുടെ പലായനത്തിനും കാരണമായി. യുദ്ധാനന്തരം വിയറ്റ്നാമിന്റെ ഏകീകൃത സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ ഹോച്ചിമിൻ സിറ്റി സാമ്പത്തികവും രാഷ്ട്രീയവുമായ പുനർനിർമ്മാണത്തിന് വിധേയമായി. സോഷ്യലിസ്റ്റ് നയങ്ങൾ നടപ്പാക്കിയും പുനർനിർമ്മാണ ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്തുകൊണ്ട് യുദ്ധാനന്തര കാലഘട്ടത്തിൽ നഗരത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ഒരു മാറ്റം വരുത്താൻ നേതാക്കൾക്ക് സാധിച്ചു. വെല്ലുവിളികൾക്കിടയിലും ഹോച്ചിമിൻ സിറ്റി ക്രമേണ തിരിച്ചു വരികയും കാലക്രമേണ അത് ചലനാത്മകവും അതിവേഗം വളരുന്നതുമായ ഒരു മഹാനഗരമായി ഉയർന്നു വരികയും ചെയ്തു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് ഹോച്ചിമിൻ സിറ്റി.
വിയറ്റ്നാമിൽ എത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട 3 മ്യൂസിയങ്ങൾ കാണാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സന്ദർശിച്ച മ്യൂസിയങ്ങളിൽ ആദ്യത്തേത് ഹോച്ചിമീൻ ക്യാമ്പയിൻ മ്യൂസിയമാണ്. 1975 ആരംഭിച്ച ഹോച്ചിമീൻ ക്യാമ്പയിനിന്റെ കാലത്ത് ഉപയോഗിച്ച ചരിത്ര വസ്തുക്കൾ സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ട് നിർമ്മിച്ച ഈ കെട്ടിടം തുടക്കത്തിൽ സൈനിക പ്രതിരോധത്തിനുള്ള ഒരു കോളേജായിരുന്നു. സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും പിന്തുണയോടെ വടക്കൻ വിയറ്റ്നാമീസ് സൈന്യം ദക്ഷിണ വിയറ്റ്നാമീസ് സർക്കാരിനും അതിന്റെ അമേരിക്കൻ സഖ്യകക്ഷികൾക്കുമെതിരെ നടത്തിയ വലിയ തോതിലുള്ള ആക്രമണത്തെയാണ് ഹോച്ചിമീൻ ക്യാമ്പയിൻ എന്നറിയപ്പെടുന്നത്. ഈ സൈനിക നടപടിയാണ് പിന്നീട് വിയറ്റ്നാമിന്റെ പുനരേകീകരണത്തിലേക്കും വിയറ്റ്നാം സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിലേക്കും നയിച്ചത്. മ്യൂസിയത്തിന് 2 മേഖലകളുണ്ട്. ഹോച്ചിമീൻ ക്യാമ്പയിൻ സമയത്ത് ഉപയോഗിച്ച വാഹനങ്ങൾ പുറത്തുള്ള എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദക്ഷിണ വിയറ്റ്നാമിലെ പീപ്പിൾസ് ലിബറേഷൻ ആംഡ് ഫോഴ്സ് ഉപയോഗിച്ചിരുന്ന ടാങ്കുകൾ, വിമാനങ്ങൾ, ജീപ്പുകൾ, ബുൾഡോസറുകൾ, മൊബൈൽ പീരങ്കികൾ, മിസൈലുകൾ എന്നിവ ഇവിടെ കാണാൻ കഴിയും. ഇവിടെയുള്ള 2 നില കെട്ടിടത്തിൽ വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങിയ ചരിത്രപരമായ വസ്തുക്കളാണുള്ളത്. സൈഗോണിലെ ഏറ്റവും പഴക്കമേറിയതും പ്രസിദ്ധവുമായ ചരിത്ര ആകർഷണങ്ങളിൽ ഒന്നാണ് വാർ റെമനൻസ് മ്യൂസിയം. ഇവിടെ യുദ്ധത്തിന്റെ ക്രൂരതകളെക്കുറിച്ചും വിയറ്റ്നാം പോരാളികൾ അവരുടെ സ്വാതന്ത്ര്യത്തിനായി എങ്ങനെ പോരാടിയെന്നും പഠിക്കാം. 1975 ഇതാദ്യമായി പൊതുജനങ്ങൾക്കായി തുറന്നപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് പപ്പറ്റ് ക്രൈംസ് ഫോർ എക്സിബിഷൻ ഹൗസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചുള്ള നഗ്നസത്യം തുറന്നു കാട്ടുകയും യുഎസിനെയും കമ്മ്യൂണിസ്റ്റ് ഇതര വിയറ്റ്നാം സൈന്യത്തെയും അവരുടെ യുദ്ധകുറ്റങ്ങൾക്ക് വിമർശിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. പിന്നീട് വിയറ്റ്നാമും യുഎസും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലായ സമയത്ത് അതിന്റെ പേര് 1993 വാർ റെമനൻസ് മ്യൂസിയം എന്നാക്കി മാറ്റി. നേരത്തെ കണ്ട ക്യാമ്പയിൻ മ്യൂസിയം വിയറ്റ്നാമിന്റെ യുദ്ധോപകരണങ്ങളെയാണ് പ്രദർശിപ്പിച്ചിരുന്നതെങ്കിൽ ഈ മ്യൂസിയം US സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ, കവചിത ടാങ്കുകൾ തുടങ്ങിയവയാണ് പ്രദർശിപ്പിക്കുന്നത്. കൂടാതെ റോക്കറ്റുകൾ, ബോംബുകൾ, മൈനുകൾ എന്നിവയും ഇവിടെ കാണാം. കെട്ടിടത്തിനുള്ളിൽ 3 നിലകളിലായി യുദ്ധത്തെക്കുറിച്ചും അതിന്റെ വേദനാജനകവും ശാശ്വതവുമായ അനന്തരഫലങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന എക്സിബിഷൻ ഹാളുകളുണ്ട്. വിയറ്റ്നാമിനെ പിന്തുണയ്ക്കുകയും വിയറ്റ്നാം യുദ്ധത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ആളുകളുടെ 100 ചിത്രങ്ങളും 145 പുരാവസ്തുക്കളും ഇവിടെയുണ്ട്. ഈ അന്യായമായ യുദ്ധത്തിൽ പങ്കെടുത്തതിൽ ഖേദം പ്രകടിപ്പിക്കാൻ അമേരിക്കൻ പട്ടാളക്കാർ സമ്മാനിച്ച ചില യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വിയറ്റ്നാം യുദ്ധസമയത്ത് US സൈന്യം 100 ദശലക്ഷം ലിറ്റർ രാസവിഷം ഇവിടെ പ്രയോഗിച്ചിരുന്നതിന്റെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ വളരെ അസ്വസ്ഥയുണ്ടാക്കുന്ന തോക്സോ അബ്ഡർമൈൻ പാഗസ് എന്ന ഹൃദയസ്പർശിയായ ഒരു പ്രദർശനമുണ്ട്. പ്രായമായവർ, മുതിർന്നവർ, കുട്ടികൾ, ഗർഭസ്ഥ ശിശുക്കൾ എന്നിവർക്കെതിരെ നടത്തിയ മനസാക്ഷിക്ക് താങ്ങാനാവാത്ത സംഭവങ്ങളുടെ തെളിവുകളാണവ. എനിക്കവ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പ്രയാസമുണ്ട്. ഏകദേശം 3 ദശലക്ഷം ആളുകൾ മരിക്കുകയും 2 ദശലക്ഷം ആളുകൾക്ക് പരിക്കേൽക്കുകയും 2 ലക്ഷം ആളുകളെ കാണാതാവുകയും ചെയ്ത ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിച്ചത്. ഫ്രഞ്ച് ഭരണത്തിനെതിരെ ശബ്ദിച്ചവരെ രഹസ്യമായി തടവിലിടാനും പീഡിപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന കോണ്ടോവോ ദ്വീപിലെ ജയിലുകളിൽ സ്ഥാപിച്ചിരുന്ന മുള്ളുവേലി കൂടുകളായിരുന്നു ടൈഗർ കേജസ്. സെല്ലുകൾക്കുള്ളിലെ ക്ഷീണിച്ച തടവുകാരുടെ പ്രതിമകൾ, പീഡന ഉപകരണങ്ങൾ, തടവുകാരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഗില്ലറ്റിൻ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റീയൂണിഫിക്കേഷൻ കൺവെൻഷൻ ഹാൾ എന്നറിയപ്പെടുന്ന ഇൻഡിപെൻഡൻസ് പാലസ് ഹോച്ചിമിൻ സിറ്റിയിലെ ഒരു നാഴികക്കല്ലാണ്. അമേരിക്കൻ വിയറ്റ്നാം യുദ്ധകാലത്ത് ദക്ഷിണ വിയറ്റ്നാമിന്റെ പ്രസിഡന്റിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത്. 1975 ഏപ്രിൽ 30 വടക്കൻ വിയറ്റ്നാമീസ് ആർമി ടാങ്ക് അതിന്റെ ഗേറ്റിലൂടെ ഇരച്ചു കയറിയത് വിയറ്റ്നാം യുദ്ധം അവസാനിച്ചതിന്റെ തുടക്കമായിരുന്നു.
ജനപ്രീതിയില്ലാത്തവനായിരുന്ന പ്രസിഡന്റ് ങോ ടിൻ ഡൈമോയുടെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം വ്യോമസേനയുടെ ബോംബിങ്ങിനാൽ നാശം വന്നപ്പോൾ അതിന് പകരമായി ബേസ്മെന്റിൽ ബോംബ് ഷെൽട്ടറോട് കൂടി പണിത കൊട്ടാരമാണ് ഇൻഡിപെൻഡൻസ് പാലസ്. ഈ കെട്ടിടം ഗംഭീരവും എന്നാൽ സാധാരണവും ലളിതമായ വാസ്തുവിദ്യാ ശൈലിയോടുകൂടിയതാണ്. ഒരു ഇൻഹൌസ് സിനിമാ തിയേറ്റർ, ലൈബ്രറി, ഗെയിംസ് റൂം, ഡിസ്കോ ബാർ, മെർക്കൂരിയിൽ ഒരു ഹെലിപ്പാഡ് എന്നിവയുള്ള കൊട്ടാരത്തിൽ ബോംബ് ഷെൽട്ടർ മാത്രമല്ല, തുരങ്കങ്ങൾ, ആശയവിനിമയ മുറികൾ, കമാൻഡ് പോസ്റ്റുകൾ എന്നിവയുടെ സങ്കീർണമായ ഒരു സംവിധാനവുമുണ്ട്. ബേസ്മെന്റിലുള്ള യുദ്ധകാലത്തെ കമാൻഡ് റൂം അന്നത്തെ പോലെ തന്നെ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 80 മീറ്റർ വീതിയിൽ 12 ഹെക്ടർ സ്ഥലത്താണ് കൊട്ടാരം പണിതിരിക്കുന്നത്. കൊട്ടാരത്തിനുള്ളിൽ 800 പേർക്കിരിക്കാവുന്ന ഒരു വലിയ സ്വീകരണ മുറിയും നിരവധി മീറ്റിംഗ് റൂമുകളും ഉണ്ട്. ചൈനീസ് ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങൾ മാത്രമല്ല, ബുദ്ധമതം, താവോയിസം, ചിലപ്പോൾ 2 വിഭാഗങ്ങളുടെയും മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ക്ഷേത്രങ്ങളാണ്. ചൈനയിലെ ബുദ്ധക്ഷേത്രങ്ങൾ ബുദ്ധമതത്തിന്റെ പഠിപ്പിക്കലുകൾക്കും ബുദ്ധൻ, ബോധിസത്വന്മാർ, മറ്റ് ആദരണീയ വ്യക്തികൾ എന്നിവരുടെ പ്രതിമകൾക്കും പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടതാണ്. താവോയിസ്റ്റ് ക്ഷേത്രങ്ങളാകട്ടെ ദേവതകളിലും അമർത്യരിലും താവോയിലുമുള്ള വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആരാധനാലയങ്ങളാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ മതപരവും സാംസ്കാരികവുമായി പ്രധാനപ്പെട്ട ഒരു ചൈനീസ് ക്ഷേത്രമാണ് ഹോയി ക്യാൻ ട്യൂ തൻ. ചൈന ടൗൺ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സങ്കീർണമായ വാസ്തുവിദ്യ, ഊർജ്ജസ്വലമായ നിറങ്ങൾ, മതപരമായ ആഘോഷവേളകളിലെ സജീവമായ അന്തരീക്ഷം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം. 19-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ചൈനീസ് ക്ഷേത്രം സമുദ്രദേവതയായ മസുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. സങ്കീർണമായ മരപ്പണികൾ, ഊർജ്ജസ്വലമായ നിറങ്ങൾ, അലങ്കരിച്ച ശ്രീകോവിലുകൾ എന്നിവയുള്ള ചൈനീസ് വിയറ്റ്നാമീസ് സ്വാധീനങ്ങളുടെ സംയോജനത്തിന്റെ തെളിവാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. ക്ഷേത്രത്തിന്റെ പ്രധാന ഹാൾ മസുവിന്റെയും മറ്റു ദേവതകളുടെയും പ്രതിമകളാൽ അലങ്കരിച്ചിരിക്കുന്നു. സുരക്ഷിതമായ യാത്രകൾക്കായി സംരക്ഷണവും അനുഗ്രഹവും തേടുന്ന ആരാധകരുടെ പ്രിയപ്പെട്ട ക്ഷേത്രമാണിത്. മതപരമായ പങ്ക് കൂടാതെ വിയറ്റ്നാമിലെ ചൈനീസ് സമൂഹത്തിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഹോയി ക്വാൻ ട്യൂ തൻ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 262 മീറ്റർ ഉയരമുള്ള ബിടെക്സ് ഓഫ് ഫൈനാൻഷ്യൽ ടവറിലെ സൈഗോൺ സ്കൈഡെക്ക് ഹോച്ചിമിൻ സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഒരു അതിശയമാണ്. ടവറിന്റെ 68-ാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈഡെക്ക് നഗരത്തിന്റെയും സൈഗോൺ നദിയുടെയും 360 ഡിഗ്രി പനോരമിക് കാഴ്ചകൾ നൽകുന്നു. സെക്കൻഡിൽ 7 മീറ്റർ വേഗതയുള്ള അതിവേഗ എലിവേറ്റർ ഏകദേശം 40 സെക്കൻഡ് കൊണ്ട് നിങ്ങളെ മുകളിലെത്തിക്കും. നഗരത്തിന്റെ ചരിത്രം, ലാൻഡ്മാർക്കുകൾ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഇന്ററാക്റ്റീവ് ടച്ച് സ്ക്രീനിലൂടെ അറിയാൻ സാധിക്കും. സന്ദർശകർക്ക് നഗരത്തിന്റെ ഭൂപ്രകൃതിയും ആകർഷണങ്ങളും കാണാൻ ഇവിടെയുള്ള ദീർഘദൂര ബൈനോക്കുലറുകൾ ഉപയോഗിക്കാം. ഹോച്ചിമിനിൽ വരുന്നവർ എല്ലാവരും തന്നെ സന്ദർശിക്കുന്ന ഒരു മാർക്കറ്റാണ് ബെൻതാൻ മാർക്കറ്റ്. വിയറ്റ്നാമിന്റെ പ്രത്യേകതയായ കോഫി, നമ്മൾ കാണാത്ത പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണിത്. വിലപേശൽ നല്ലതുപോലെ ഉണ്ടെങ്കിലും നിലവാരമുള്ള സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും ചൈനീസ്, ഫ്രഞ്ച്, തദ്ദേശീയ സംസ്കാരങ്ങളുടെ സ്വാധീനമുള്ള പുരാതന ക്ഷേത്രങ്ങളും കൊളോണിയൽ വാസ്തുവിദ്യയും ചൈന കടലിനെ ചുംബിക്കുന്ന നീലകലർന്ന തീരപ്രദേശവും പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും മലകളും പുഞ്ചിരിക്കുന്ന മുഖങ്ങളുള്ള പരമ്പരാഗത വിപണികളും പ്രലോഭിപ്പിക്കുന്ന തെരുവ് ഭക്ഷണങ്ങളും പാനീയങ്ങളും ഈ രാജ്യത്തെ സഞ്ചാരികളുടെ പറുദീസയാക്കുന്നു. ഒരുപടി മധുരിക്കുന്ന ഓർമ്മകളുമായി ഞാൻ മടങ്ങുകയാണ്. ഈ യാത്രാവിവരണം ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വേറൊരു രാജ്യത്തെ കാഴ്ചകളുമായി വീണ്ടും കാണാം.